തന്നെ നിശബ്ദയാക്കാനാണോ TMCയെ തകർക്കാനാണോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭരണകക്ഷിക്ക് തന്നെ കൊല്ലേണ്ടി വരുമെന്ന് ഇതൊരു വ്യക്തി പറഞ്ഞതല്ല. ഇത് പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജിയുടെ വാക്കുകളാണിത്. TMC നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് BJP പ്രവർത്തിക്കുകയാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് മമതയുടെ ഈ വാക്കുകൾ. പാർട്ടിക്കുള്ളിലെ സമീപകാല സംഭവ വികാസങ്ങളും TMC നേതാക്കൾക്കെതിരായ ആക്രമണങ്ങളും പരാമർശിച്ചാണ് മമത ഇങ്ങനെ പറഞ്ഞത്. പാർട്ടിയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. നിങ്ങൾ ആരെയാണ് ആക്രമിക്കുന്നത്? മഹുവയെയും അഭിഷേകിനെയും കല്യാണിനെയും ആക്രമിച്ചു. എൻ്റെ വീടിന് നേരെ പോലും ആക്രമണം നടത്തിയെന്ന് മമത പറഞ്ഞു. TMC വർഷങ്ങളായി നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളികൾ നേരിടുമെന്ന് മമത പറഞ്ഞു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം ഏകദേശം 60 MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം 20 വിമത MLA-മാരെങ്കിലും ത്രിപുര ആസ്ഥാനമായി NCPയിൽ ലയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കസ്റ്റഡിയിൽ കഴിയുന്ന TMC പ്രവർത്തകരോട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് നടക്കുന്നതെന്നും മമത ആരോപിച്ചു. പലരെയും നിലത്ത് ഉറങ്ങാൻ നിർബന്ധിക്കുകയും ചിലരെ അരയിൽ കയറും കാലിൽ വിലങ്ങും കെട്ടി നടക്കുകയാണെന്നും ചിലരുടെ തല മൊട്ടയടിക്കുമെന്നും അവർ പറഞ്ഞു. ഇതിനിടയിൽ പാർട്ടി വിട്ട 3 രാജ്യസഭാ MP-മാർ BJPയിൽ ചേർന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സുഷ്മിത ദേവ്, സുഖേന്ദു ശേഖർ റേ, പ്രകാശ് ബാരൈക് എന്നിവരാണ് കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നത്. നേതാക്കളുടെ രാജിയെ തുടർന്ന് ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ജൂലൈ 24-ന് നടക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 3 സീറ്റും BJPക്ക് അനായാസം വിജയിച്ചു കയറാം. 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. 294 അംഗങ്ങളുള്ള നിയമസഭയിൽ 208 സീറ്റുകൾ BJP നേടിക്കഴിഞ്ഞു. തൃണമൂൽ വെറും 80 സീറ്റുകളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു. സ്വന്തം പാളയത്തിൽ നിന്നും ആളുകളുടെ കൊഴിഞ്ഞുപോക്കു പാർട്ടിയിലെ വിമത ശല്യം കൊണ്ട് ബംഗാളിൽ TMC ആടി ഉലയുകയാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും TMC പോരാട്ടം തുടരുമെന്നും ഭീഷണികൾക്ക് വഴങ്ങിയില്ലെന്നും മമത വ്യക്തമാക്കി.